MVD വാഹന ഫ്ളാഗ് ഓഫ് വിവാദത്തിൽ ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സംഘടനത്തിൽ വീഴ്ച ആരോപിച്ച് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ V ജോയിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. എന്നാൽ വേദിയിലുണ്ടായിരുന്ന അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കറിനോട് മന്ത്രിയുടെ അനുകമ്പ എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മന്ത്രി ഇറങ്ങിപ്പോയതോടെ MVD ഓഫീസുകളുടെ പ്രവർത്തനം ഇപ്പോൾ പ്രതിസന്ധിയിലുമാണ്. മന്ത്രിയുടെ നിലപാടിൽ മോട്ടോർ വെഹിക്കിൾ ഓഫീസേഴ്സ് അസോസിയേഷന് കടുത്ത അതൃപ്തിയുമുണ്ട്. AK സ്റ്റെഫിനാണ് വിവരങ്ങളുമായി ചെന്നത്. സ്റ്റെഫിൻ, സംഘടനത്തിൽ പിഴവുണ്ട്, ശരിയായില്ല, ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാണ് പരിപാടിക്കിടയിൽ അദ്ദേഹം ദേഷ്യപ്പെടുകയും ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്ത് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥരോട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി വിശദീകരണം തേടിയിട്ടുണ്ട്. അതേസമയം മറ്റൊരു ഉദ്യോഗസ്ഥരോട് അനുകമ്പയാണ് എന്നും സ്റ്റെഫിൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് വകുപ്പിനുള്ളിലും ഒപ്പം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്? രതീഷ, സമീപകാലത്തു നിന്ന് തന്നെ ഒരു മന്ത്രിയുടെ, ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന്, ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സമീപനം ഒരു ചടങ്ങിലും നമ്മൾ കണ്ടിട്ടില്ല. കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അത്തരത്തിലാണ് മന്ത്രി ഗണേഷ് കുമാർ ഇന്നലെ പെരുമാറിയത് എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. കാരണം ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ചയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനൊരു അറിയിപ്പ് ലഭിക്കുന്നത്. അതിനുശേഷം തിങ്കളാഴ്ച വൈകുന്നേരം ഈ പരിപാടി നടത്തുമ്പോൾ അവർക്ക് കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഓരോ ജോയിന്റ് RTOയുടെയും RTOയുടെയും ഉത്തരവ് പ്രകാരം അവരുടെ നിർദ്ദേശാനുസരണം മാത്രമേ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ എല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഇന്നലെ ഇവിടെ എത്തി. രാവിലെ മുതൽ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ടയറിൻ്റെ നമ്പർ എടുക്കുക, വാഹനത്തിൻ്റെ ഓരോ കാര്യങ്ങൾ എടുക്കുക, അതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി എല്ലാം അവസാനിപ്പിച്ച് ഈ വാഹനത്തിൻ്റെ പ്രതിസന്ധി ഒരു വശത്തുണ്ട്. പല ഓഫീസുകളിലും വാഹനമില്ലാത്തതുകൊണ്ട് തന്നെ പ്രതിസന്ധി രൂക്ഷമാണ്. അതെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുമ്പോഴാണ് മന്ത്രി പരിപാടി റദ്ദ് ചെയ്തതായിട്ട് അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു RTO ലെവലുള്ള ഉദ്യോഗസ്ഥൻ V ജോയിക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ മാത്രം ബലിയാടായിക്കൊണ്ട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ സ്ഥിതിയുണ്ട്. പക്ഷേ ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിദേശ പര്യടനത്തിലായതുകൊണ്ട് തന്നെ KSRTC CMDയും അതോടൊപ്പം തന്നെ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായിട്ടുള്ള പ്രമോദ് ശങ്കറിനാണ് പകരം ചുമതല. അദ്ദേഹമാണ് അവിടെയുള്ള ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തോട് കാര്യങ്ങളോ വിശദീകരിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹമായിരുന്നു അവിടെ മുന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടിയിരുന്നതും അദ്ദേഹത്തിന് മേൽനോട്ടത്തിലായിരുന്നു കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മേൽ മുതൽ താഴെ വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഒരേപോലെ തന്നെ ഭാഗവാക്കാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായ ഉദ്യോഗസ്ഥനോട് മാത്രം കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്ന ഒരു നടപടിയിലേക്കാണ് മന്ത്രി. പക്ഷപാതപരമായ സമീപനം മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നാണ് AK സ്റ്റെഫിൻ റിപ്പോർട്ട് ചെയ്യുന്നത്.